ഫസ്റ്റിലുള്ള ഒരു ടാസ്ക് വരുന്നത് ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ബ്ലോഗർ എന്തുകൊണ്ട് എന്നുള്ള റീസണും പറയണം. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. അതൊന്ന് ഷെയർ ചെയ്തോ, അതിന്റെ ഡീറ്റെയിൽസ് കൊണ്ടൊന്ന് ഷെയർ ചെയ്തോ. മീൻസ് ആ ഒരു ബ്ലോഗൊക്കെ ഒന്ന് ഷെയർ ചെയ്തോ. ആ ഓക്കെ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടില്ലേ? നന്നായിട്ടുണ്ട്, പ്രസന്റേഷൻ നന്നായിട്ടുണ്ട്, കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ബ്ലോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എന്താണ് ഒരു ബ്ലോഗ് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുമോ? എഴുതി വെക്കുന്ന സ്ഥലം. ഓക്കെ. ഓക്കെ, ഈ ബ്ലോഗ് എന്ന് പറഞ്ഞ ഓക്കെ, അപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കട്ടോ, ബ്ലോഗിങ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കറക്റ്റ് ഇതിൽ വരുന്നത് വെബ് പ്ലസ് ലോഗ്, അതായത് വെബ്സൈറ്റിൽ നമ്മൾ ഒരു കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ലോഗ് വെച്ചാൽ രജിസ്റ്റർ ചെയ്യുന്ന ബുക്കുകളില്ലേ, നമ്മൾ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് രജിസ്റ്റർ ഇല്ലേ, നമ്മൾ അറ്റൻഡൻസ് ഒക്കെ ചെയ്ത് വെക്കുന്ന അതേപോലെ ഇൻഫർമേഷൻസ് വെബിന്റെ ലോകത്ത് നമ്മൾ എല്ലാം ഷെയർ ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ബ്ലോഗ് ചെയ്യാൻ ചൂസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം ബ്ലോഗറാണ്. ഇങ്ങനെ ഇതല്ലാണ്ട് വേറെയും ഒരുപാട് ഉണ്ട്. ബ്ലോഗർ വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഒരു ഇതിൽ തന്നെ നമുക്കതിൽ ചെയ്യാൻ കഴിയും. അപ്പം ബ്ലോഗറാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ബ്ലോഗർ, ഇത് രണ്ടും എഴുതി വെക്കുക. ബ്ലോഗ് ഈസ് ഈക്വൽ ടു വെബ് പ്ലസ് ലോഗ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, പിന്നെ വരുന്നത് ബ്ലോഗറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റില് സ്റ്റെപ്പ് വരുന്നത് ഗൂഗിൾ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, ഗൂഗിൾ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുക, അതായത് ജിമെയിൽ ID
ഉള്ളൊരു അക്കൗണ്ട് വേണം. എന്നിട്ട് ആ അക്കൗണ്ട് നമ്മൾ പിന്നെ അത് ബ്ലോഗ് പറഞ്ഞാൽ വെബ് പ്ലസ് ലോഗ്. വെബ്സൈറ്റിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ബ്ലോഗ് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ബ്ലോഗറാണ്. അതിൽ ആദ്യം ഒരു ഗൂഗിൾ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യണം നമുക്ക്. എന്നിട്ട് വേണം ബ്ലോഗറിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. blogger.com വിസിറ്റ് ചെയ്തിട്ട് ബ്ലോഗിന് പേര് കൊടുക്കുക, URL പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. നെക്സ്റ്റ് വരുന്നത് ബ്ലോഗിലുള്ള കണ്ടന്റ് നിങ്ങളൊന്ന് നോക്കിയേ. തീം ചെയ്യുന്നതും അന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രീൻ ഓഫ് ചെയ്യാം. നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്താ ഞാൻ പറഞ്ഞുതരാം. സ്ക്രീൻ കാണുന്നുണ്ട്. ബ്ലോഗറിന്റെ ഡാഷ്ബോർഡിൽ പോവാം. ഇപ്പോൾ ഇത്രയും ബ്ലോഗാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്തൊക്കെയുണ്ട് ഇതില്? പോസ്റ്റ് ഉണ്ട്, സ്റ്റാറ്റസ്, കമന്റ്സ്, ഏർണിങ്സ്, പേജസ്, ലേഔട്ട്, തീം, സെറ്റിങ്സ്. ഇപ്പൊ ഫസ്റ്റ് തീം എടുത്തോ. തീം എന്നുള്ളതിൽ ഒരുപാട് തീംസ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഒരു തീം ചൂസ് ചെയ്യാൻ സാധിക്കും. കുറെ താഴേക്ക് ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പോഴത്തെ തീം അത്യാവശ്യം നല്ലതാണ്. ചേഞ്ച് വരുത്തിയതല്ലത് ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ, ചെയ്ത് നോക്ക്. ചേഞ്ച് എടുത്ത് നോക്കിക്കോ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഒരു 3 ബ്ലോഗ് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് വെബ്സൈറ്റ്, നമ്മളെ ബ്ലോഗിൽ ലിങ്ക്സ് ആഡ് ചെയ്യുന്നത് അത് വരുന്നേ ഉള്ളൂ. ഇമേജ് ആഡ് ചെയ്യുന്നത് മനസ്സിലായിട്ടില്ല. ഇമേജ് ആഡ് ചെയ്യുന്നത് മനസ്സിലായിട്ടില്ല. ഇനി ലിങ്ക്സ് ആഡ് ചെയ്യുന്നതും കൂടെ എടുക്കാം. ലിങ്ക്സ് ആഡ് ചെയ്യുന്ന എടുക്കാം. ഞാനൊന്ന് ആദ്യം കാണിച്ചു തരാം കേട്ടോ. സ്ക്രീൻ ഓഫ് ആണോ? ലിങ്ക്സ് ആഡ് ചെയ്യുന്നത് നമുക്കൊന്നുകൂടെ നോക്കാം. ലിങ്ക്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ബ്ലോഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ എടുക്കുക. ഇത് ഇമേജ് ആഡ് ചെയ്യുന്നതല്ലേ, ഇതാണ് ലിങ്ക്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതന്നെ ക്യാൻവയിൽ ഇവിടെ ഒരു ഇമേജ് ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇതേപോലെ ബാനർ എന്ന് അതിന് പറയാം. അതിന് ക്യാൻവയിൽ ബ്ലോഗ് ബാനർ എന്ന് സെർച്ച് ചെയ്താൽ കുറച്ചും കൂടെ ഇങ്ങനത്തെ ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. അത് ഞാൻ കാണിച്ചത് എങ്ങനെയായിരിക്കും. ഇപ്പൊ പ്രിവ്യൂ എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇതില് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ലിങ്കിന്റെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വേർഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്നുള്ള ഒരു വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ലിങ്കിന്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ ഇവിടെ നമ്മളെ സെലക്ട് ചെയ്തിട്ടുള്ള വേർഡും വരും. ഇവിടെ നമുക്ക് ലിങ്ക് ഏത് വെബ്സൈറ്റിന്റെ ആണോ കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ബ്ലോഗിലേക്ക് തന്നെ കൊടുക്കുക. അതായത് ബ്ലോഗറിന്റെ
വ്യൂ ബ്ലോഗിൽ പോയിട്ടുള്ള ലിങ്കാണ് കൊടുക്കേണ്ടത്. ഈ മൊത്തം ഇതിലേക്ക് ആളുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ടൈറ്റിൽ കൊടുത്തിട്ടില്ലല്ലോ ബ്ലോഗിന്. ബാക്ക് പോവല്ലേ? ഈ ഈ റെഡ് ഗ്രീൻ കളർ ഉള്ളതില്ലേ, അത് അവിടേക്ക് പേസ്റ്റ് ചെയ്യാം. അവിടെ ടൈറ്റിൽ കൊടുക്കണം. അല്ല, ടൈറ്റിൽ എന്നുള്ളത് കണ്ടോ? മുകളിലിടാ ഒരു ലൈൻ കണ്ടോ? അവിടെ ശരിക്കും ടൈറ്റിൽ കൊടുക്കാനുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നസ്ലിന് ഇത് ചെയ്യുന്നതൊന്നും പറഞ്ഞില്ല. ടൈറ്റിൽ കൊടുക്കുന്നതും അത് കൊടുക്കുന്നതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇത് കോപ്പി പറഞ്ഞെന്നല്ല, നിങ്ങളെ കൂടെ ചെയ്യിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ലീവ് ചെയ്തു, എന്നിട്ട് ഒറ്റക്ക് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്ത ആയിഷ. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതല്ല. ആയിഷ ചെയ്യുന്നത് നസ്ലിൻ കണ്ടിട്ടുണ്ടോ? ഇത് ചെയ്യിപ്പോ ഈ കോപ്പി ചെയ്തിട്ട് അത് ചെയ്യേ. ടൈറ്റില് കോപ്പി ചെയ്തിട്ട് ചെയ്യ്. കറക്റ്റ് അങ്ങനെയല്ലല്ലോ വേണ്ടത്. ക്ലാസ് എടുക്കുമ്പോ തന്നെ ചെയ്യണ്ടേ? എന്നാലല്ലേ അതിന് ആയിഷക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അതിനല്ലേ ക്ലാസ് വെക്കുന്നേ. ഇത് കോപ്പി ചെയ്ത് അങ്ങോട്ടേക്ക് ഇട്ടാ മതി. അല്ലെങ്കിൽ സൺഡേ, മൺഡേ, വെനസ്ഡേ എല്ലാ ദിവസവും ഇല്ലേ ലൈവ് ക്ലാസ് വെക്കണ എന്തിനാ? അത് ചെയ്തിട്ട് ചെയ്യാനല്ല, അത് ഒപ്പം തന്നെ ചെയ്ത് നോക്കണ്ടേ? അത് കോപ്പി ചെയ്തിട്ടാ മതി. ആ ഗ്രീൻ കളർ ഉള്ളത് മേലേക്ക് കോപ്പി ചെയ്തിട്ടാ മതി. ഇതിന് ഇത്രയും ടൈം കളയണേ. ഈ ടൈറ്റിൽ കൊടുക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അത് കൊടുത്തിട്ടില്ല എന്ന് കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ പറയാതെ വരുന്നത്. കോപ്പി ആവണില്ലേ? എന്താ വിഷയം? അങ്ങനെയല്ല അത് കോപ്പി ചെയ്യല്. റൈറ്റ് ക്ലിക്കോ ലെഫ്റ്റ് ക്ലിക്ക് മൗസിൽ ക്ലിക്ക് ചെയ്യേ. റൈറ്റ് ക്ലിക്ക് ചെയ്യേ. ആ അവ എന്താ ചെയ്തിട്ടില്ല. പോട്ടെ, പേസ്റ്റ് ചെയ്യേ. ആയിട്ടുണ്ട്, അവിടുന്ന് പേസ്റ്റ് ചെയ്താ മതി. അവിടെ നിന്നാലും കുഴപ്പമില്ല. ഇനി വേണ്ടത് ആ ടൈറ്റിൽ കഴിഞ്ഞ ഫസ്റ്റ് തന്നെ ഒരു ഇമേജ് ആണ്, ബാനറാ വേണ്ടത്. അതാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇത് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്തേ. പോട്ടെ, എന്താ പ്രശ്നം? എന്താ അത് നീങ്ങാത്ത? എന്താ ഇനി സൈഡിൽ ലേബൽസ് ഒന്ന് കണ്ടോ? ഈ സൈഡിൽ പോസ്റ്റ് സെറ്റിങ്സ് എന്ന് കണ്ടെത്താ. ഈ സൈഡില് അവിടെ ഇതിന്റെ ബ്ലോഗ് എന്താ ഫോട്ടോഗ്രാഫി എന്ന് കൊടുത്തോ? അവിടെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്യ. ഫോട്ടോഗ്രാഫി. ഇപ്പൊ ഇന്ന് ഇന്റേണൽ ലിങ്ക് ചെയ്യുന്ന പഠിച്ചില്ലേ? എക്സ്റ്റേണൽ ലിങ്ക് നമുക്ക് നാളെ എടുക്കാം.
അത് ചെയ്ത് നോക്കി, ഇന്റർണൽ ലിങ്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ചത്. എന്നിട്ട് ചെയ്തപ്പോ അത് ഹെഡിങ്ങിലൊന്നും കൊടുക്കല്ലേ, വേറെ ടെക്സ്റ്റിൽ കൊടുക്ക, ഹെഡിങ്ങിൽ കൊടുക്കല്ലേ. ബ്ലോഗിന്റെ ലിങ്ക് ഉണ്ടോ? ഞാൻ ചെയ്തപ്പോ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടില്ലേ? ലിങ്ക് അതല്ല ലിങ്ക് മേലെന്ന് കോപ്പി ചെയ്യേ. കുട്ടി ഉറങ്ങുന്ന സമയത്ത് നമ്മ പറഞ്ഞുവിടാനില്ല എന്നോട്? കുട്ടി ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ ഓക്കെ. ലിങ്കിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തോ? എന്നിട്ട് ആ ഫസ്റ്റത്തെ ഇത് കണ്ടോ, ഓപ്പൺ ദിസ് ലിങ്കിന്റെ ന്യൂ വിൻഡോ, അപ്ലൈ കൊടുത്തോ? അപ്ഡേറ്റ് കൊടുത്തോ? അപ്ഡേറ്റ്. ഇനി ഉണ്ടല്ലോ നിങ്ങളെ ബ്ലോഗിൽ ഇപ്പൊ രണ്ടെണ്ണല്ലേ, 2 ബ്ലോഗല്ലേ ചെയ്തേ? ഈ ഓക്കെ 3. ഈ 3 ഇപ്പൊ ഒന്നില് ചെയ്തു, ബാക്കി 2 ഉണ്ടാവുക. ആ 2 ഇന്റേണൽ ലിങ്ക്സ് ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടാ. ശരി, എന്നിട്ട് അടുത്ത ക്ലാസ് അതിന് ശേഷം എടുക്കാം. എനിക്ക് ഫ്രീ ഇല്ലായിട്ടില്ല, ആഴ്ചയുടെ ടൈം പറഞ്ഞോണ്ട് കേട്ടോ.